ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സുധി സത്യങ്ങൾ തുറന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്ര നിൽക്കുന്നത് ഭാമയുടെ വീട്ടിലാണ്. അപ്പോൾ ഭാമയും ആ സത്യങ്ങൾ അറിയുകയാണ്. രേവതിയുടെ സ്വർണങ്ങളെ പണയം വെക്കാൻ നോക്കിയപ്പോൾ 5 ലക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ സ്വർണം മുഴുവൻ വിൽക്കുകയാണ് ചെയ്തത് എന്ന് അറിയുന്ന ചന്ദ്ര കലിതുള്ളി അവനെ തലങ്ങും വിലങ്ങും തല്ലുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ എങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടേ, അവരുടെ മുന്നിൽ ഇനി എങ്ങനെ നിൽക്കും, ആ പൂക്കാരിനെ കളിയാക്കും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും ഇതിനൊരു മാർഗം എത്രയും വേഗം കണ്ടെത്തണം. അപ്പോൾ സുധി വേഗം തന്നെ വിളിച്ചു ചോദിക്കുകയാണ്. ആ പണയം വെച്ച സ്ഥലത്ത്, വിറ്റ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, ആ ഗോൾഡ് അവിടെ തന്നെ ഉണ്ടോ, ഞാൻ തിരിച്ചെടുത്തോളാം, പൈസ ഞാൻ തരാം എന്ന് പറയുമ്പോൾ അതൊക്കെ അപ്പം തന്നെ ഉരുക്കി അതൊക്കെ റെഡിയാക്കി, ഇനി നിങ്ങൾക്ക് എങ്ങനെ തരാനാണ് എന്ന് ആ കടക്കാരൻ പറയുന്നുണ്ട്. അപ്പോഴും ചന്ദ്ര പെട്ടുപോവുകയാണ്. എന്തായാലും അവളുടെ സ്വർണത്തിന്റെ ഡിസൈൻ അറിയുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞ് വിഷമിച്ച് നിൽക്കുമ്പോൾ സുധി പറയുന്നുണ്ട്, അതിന് കുഴപ്പമില്ല, കാരണം ഞാൻ പെട്ടെന്ന് ഈ ഗോൾഡ് അതും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് മൊബൈലിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിലും ചെയ്യാൻ തോന്നിയല്ലോ എന്ന് ചന്ദ്ര പറഞ്ഞിട്ട് എവിടെയെന്നും പറഞ്ഞ് നോക്കുകയാണ്. അങ്ങനെ പറയുകയാണ്, ഇതേ ഡിസൈനിൽ തന്നെ നമുക്ക് എടുക്കാമെന്ന് സുധി പറയുന്നുണ്ട്. എന്തായാലും ചന്ദ്രയുടെ സ്വർണങ്ങളൊക്കെ തരാമെന്ന് ആദ്യം ചന്ദ്ര പറഞ്ഞല്ലോ. അപ്പൊ ചന്ദ്രയുടെ സ്വർണങ്ങൾ വിറ്റിട്ട് രേവതിക്ക് ഇതേ ഡിസൈനിൽ പുതിയൊരു സ്വർണം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് സുധി. പക്ഷെ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ അവൾക്ക് എൻ്റെ സ്വർണം വിറ്റിട്ട് ഇനിയിപ്പോൾ അവൾക്ക് പുതിയത് എടുത്തു കൊടുക്കാണ്ടല്ലേ, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് മുക്കുപണ്ടം മേടിക്കാം, ആവുമ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് വല്ല ഫംഗ്ഷനോ മറ്റോ ഇടാനായിരിക്കും, അതുകൊണ്ട് അത് പ്രശ്നമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്രയും സുധിയും ചേർന്നിട്ട് കടയിൽ പോയിട്ട് മുക്കുപണ്ടം വാങ്ങിക്കുകയാണ്. അതേ ഡിസൈനിൽ തന്നെയുള്ള അതേ തൂക്കത്തിലൊക്കെ ഉള്ള ഡിസൈനൊക്കെ നോക്കി പുതിയ മുക്കുപണ്ടൊക്കെ വാങ്ങി കൊണ്ടുവരികയാണ്. അത് അവളുടെ ബാഗിലിടുന്നുണ്ട്, ചന്ദ്രയുടെ ബാഗിലിടുകയാണ്. അങ്ങനെ ചന്ദ്രയും സുധിയും വരികയാണ്. ആ സമയത്താണ് നമ്മുടെ രവീന്ദ്രൻ ആ ഒരു കാര്യം പറയുന്നത്. അതായത് അവർക്കൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ അവരുടെ സ്വർണം, രേവതിയുടെ സ്വർണം അങ്ങ് തിരിച്ചു കൊടുക്കുക എന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് രേവതി ഒരുപാട് കളിയാക്കുന്നുണ്ട്. ചന്ദ്ര, നിനക്കല്ലേ സ്വർണം വേണ്ട എന്ന് പറഞ്ഞത്, ഭർത്താവ് തരുന്ന സ്വർണം മാത്രം നീ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് ഇതെനിക്ക് ഇടാനല്ല, വേറൊരു ആവശ്യത്തിനാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എനിക്കെന്തിനാ അവളെ സ്വർണം, ഞാൻ തരാമെന്നും പറഞ്ഞ് വേഗം അകത്തേക്ക് പോവുകയാണ്. അവള് ബാഗ് കൊടുത്തിട്ട് അങ്ങനെ അകത്തേക്ക് പോയിട്ടതിന് ശേഷം മാത്രം അലമാരയിൽ നിന്ന് എടുക്കണ പോലെ ആ സ്വർണങ്ങളൊക്കെ ഇങ്ങനെ, അതായത് ആ മുക്കുപണ്ടം എടുത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് രേവതിക്ക് നീട്ടുകയാണ്. അപ്പം ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, അതിങ്ങ് തന്നാൽ ഞാൻ കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്നാണ് അവരത് വാങ്ങിക്കുന്നത്. അത് കിട്ടുമ്പോൾ സച്ചിക്കും രേവതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ സ്വർണം കിട്ടി അപ്പം തന്നെ അവരവിടെ നിന്ന് ഓടി വേഗം നമ്മുടെ രേവതിക്ക് അറിയാവുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ അവിടെ വെച്ചിട്ട് ആദ്യം തന്നെ നല്ലൊരു മാല, അച്ചമ്മയ്ക്ക് വേണ്ട നല്ലൊരു 3 പവൻ്റെ ഒക്കെ ഏകദേശം വരുന്നൊരു മാല അവരങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ സ്വർണങ്ങൾ എടുത്തു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് അതായത് തൂക്കത്തിലുള്ളത് ഇതിൽ നിന്ന് എടുത്തിട്ട് ബാക്കി ഇങ്ങോട്ട് തിരിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ ആ സ്വർണം എടുത്തു നോക്കുന്ന സമയത്ത് നോക്കുമ്പോഴായിരിക്കും അത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താ ആളെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ, നിങ്ങൾ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അവരൊരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നും കുടിച്ച കോഫിയുടെ കണക്ക് വരെയും അവിടുത്തെ സ്റ്റാഫുകൾ പറയുകയാണ്. അതൊക്കെ വല്ലാതെ ഇൻസൾട്ട് ആവുന്നുണ്ട് ഈ സച്ചിക്കും രേവതിക്കും. അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങി പോലീസിൽ പിടിച്ചു കൊടുക്കാൻ നിൽക്കണ നേരത്തെ രേവതിയെ അറിയുന്ന കടക്കാരാണ്. അതുകൊണ്ട് തന്നെ ജ്വല്ലറി ഉടമ അവിടേക്ക് വന്നിട്ട് ഇത് ഞാൻ അറിയുന്ന കുട്ടിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും, എന്തായാലും നിങ്ങളൊന്ന് അന്വേഷിക്കും, നിങ്ങൾ ഇതെന്തായാലും ഗോൾഡ് അല്ല എന്നും പറഞ്ഞ് അത് തിരിച്ചു കൊടുക്കുകയും സച്ചിയും രേവതിയും തല കുമ്പിട്ട് നാണം കിട്ട് അവിടെ നിന്ന് പോരുകയും ചെയ്യുകയാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തായാലും സുധിയാണ് എന്ന് സച്ചി ഉറപ്പിക്കുന്നുണ്ട്. ഇതെന്ന് അവനെ ചെന്ന് 2 കൊടുത്തു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് ഉറപ്പിച്ചിട്ട് വളരെ ദേഷ്യത്തോടു കൂടിയാണ് കാറും ഓടിപ്പിച്ച് സച്ചി പോകുന്നത്. ആ സമയം നമ്മുടെ രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചി ചേട്ടാ,
ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ആവശ്യം, അതായത് അച്ചമ്മയുടെ പിറന്നാൾ, അത് ആകെ അലങ്കോലമായി പോകും. അത് നല്ല ഭംഗിയിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നടത്താൻ സാധിക്കില്ല. നമുക്ക് എന്തായാലും എന്താ ഇതിൻ്റെ ഇടയിൽ നടന്നതെന്ന് പിന്നീട് അറിഞ്ഞ് മനസ്സിലാക്കാം. നമുക്ക് വേറെ എന്തെങ്കിലും മാർഗ്ഗം ഇപ്പോൾ തൽക്കാലം അച്ചമ്മയ്ക്ക് വേണ്ടി നോക്കാം. അത് തൽക്കാലം ഇത് മനസ്സിലിരിക്കട്ടെ, ആരോടും ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ സച്ചി ആദ്യം സമ്മതിക്കില്ലെങ്കിലും പിന്നീട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. എന്തായാലും അങ്ങനെ ഒരു ഭാഗമാണ് നാളെ കാണാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.